നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പിന്നെ ഞാൻ ആരോട് ചോദിക്കും? നീ ഒരു പെൺകുട്ടിയെ കെട്ടിക്കൊണ്ടുവന്നില്ലേ, അവളോട് പോയി ചോദിച്ചാ മതി. അമ്മായിയമ്മമാര് അല്പം സുഖിക്കുന്നതേ മരുമക്കള് വരുമ്പോഴാ. ഞാൻ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. താൻ എന്തോടെ ഈ തീരുമാനിച്ചിരിക്കുന്നത്? എല്ലാ കാര്യം കൂടി ഒറ്റയടിക്ക് നിത്യ ഏൽപ്പിച്ചാലേ മോളെന്ത് കരുതും? എന്ത് കരുതാൻ? ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നിത്യ പറയട്ടെ. ചെയ്യിപ്പിക്കാനൊക്കെ എനിക്കറിയാം. അതെ, മോളാ മോളാന്ന് പറഞ്ഞു കൊണ്ട് നടന്നിട്ടേ അമ്മായിമ്മ പോരിനാണോ അമ്മ ഉദ്ദേശിക്കുന്നേ? ആണെങ്കിൽ ചെയ്യേണ്ട ജോലിയൊക്കെ ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അവളത് കൃത്യമായി ചെയ്യുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നിട്ട് മതി അവളിവിടെ തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യം. അമ്മ എന്തൊക്കെയാ പറയുന്നത്? നിത്യയെ കൊണ്ട് ജോലിയൊന്നും എടുപ്പിക്കാൻ പറ്റില്ല. ഓഹോ, നിന്റെ ഭാര്യ ജോലി എടുക്കുന്നതില് നിനക്ക് ബുദ്ധിമുട്ടുണ്ടോടാ? എങ്കില് അത് തുറന്നു പറഞ്ഞു, അതിനുള്ള മാർഗം ഞാൻ കണ്ടോളാം. എന്നാ സാർ ഇത് മാഡം എന്താ മാതിരി? സുജാതെ, താൻ സീരിയസ് ആയിട്ടാണോ ഈ പറയുന്നത്? രഘുവേട്ടന് സംശയമുണ്ടോ? മരുമകളാവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അമ്മായി ആവാനാണ് ബുദ്ധിമുട്ട്. രഘുവേട്ടൻ ഓർമ്മയുണ്ടല്ലോ, രഘുവേട്ടന്റെ വീട്ടിൽ ഞാൻ സഹിച്ചത് എന്തൊക്കെയാണെന്ന്. അതൊക്കെ എനിക്ക് തിരിച്ചു കൊടുക്കണ്ടേ? ഞാൻ ജീവിതത്തിൽ കണ്ട അമ്മായിയമ്മ എന്താണോ അതായിരിക്കും ഇനി നിങ്ങൾ എന്നിൽ നിന്നും കാണാൻ പോകുന്നത്. അമ്മേ, നിത്യേച്ചിക്ക് അത്രയ്ക്ക് മനക്കട്ടിയൊന്നുമില്ല. അമ്മ എന്തെങ്കിലും പറഞ്ഞ് ദേഷ്യപ്പെട്ടാലേ നിത്യേച്ചി ഇവിടുന്ന് ഇറങ്ങി പോകും കേട്ടോ. അത്രയ്ക്ക് ധൈര്യം അവൾക്കുണ്ടെങ്കിൽ അതെനിക്കൊന്ന് കാണണമല്ലോ. എന്താ ചെയ്ത്? അച്ഛ, ചായ. പഞ്ചസാര ഇട്ടിട്ടില്ല, അച്ഛന് പറ്റില്ലല്ലോ. പേസ്റ്റ് ഇനി മുതലെല്ലാം ഞാൻ തന്നെ നോക്കി വെച്ചോളാം. പോയി പല്ലേക്ക്. നിന്റെ ഷാമ്പു ദാ ശരവണ ലിസ്റ്റ്. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് എന്നെ വിളിക്കണം. ഏതൊക്കെ ബ്രാൻഡ് എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. മോളവിടെ നിന്നേ. എന്താ വെച്ചാ? അല്ല, ഇവിടുത്തെ ജോലികൾ മുഴുവൻ മോള് ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഒരു കൽപ്പന ഉണ്ടെങ്കിൽ അത് മോൾ അനുസരിക്കാൻ നിൽക്കണ്ട. അത് രഘുവേട്ടനാണോ തീരുമാനിക്കുന്നത്? പിന്നെ താനാണോ തീരുമാനിക്കുന്നത്? അതെ, ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അമ്മേ, എന്താ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.